ചരിത്രത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായ ദിവസമാണ് മുഹറം 10. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. ഇതെന്തിനാണെന്നറിയോ? വിവരങ്ങൾ നമുക്കറിയാം. ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടായ ദിവസമാണ് മുഹറം 10 എന്നറിയാം. ഒരു ഹദീസ് ശ്രദ്ധിക്കണേ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, സഹോദര സഹോദരി ശ്രദ്ധിക്കണം, മുഹറം 10 പ്രതിസന്ധികളുടെ പരിഹാര ദിനമാ. ആ പരിഹാര ദിവസം നഷ്ടപ്പെടാതിരിക്കാനായി ഈ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ വിഷയം പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ അസ്സ വജല്ല ഇഫ്തറല അലാ ബനീ ഇസ്രായീല സൗമ യൗമിൻ ഫിസ്സനാ. ബനൂ ഇസ്രായീലിയർക്ക് അല്ലാഹു തആല കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം മാത്രമേ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. 360 ദിനങ്ങളിൽ ഒരൊറ്റ ദിവസം മാത്രമേ ബനൂ ഇസ്രായീലികൾക്ക് ഇലാഹായ റബ്ബ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. വഹിയ യൗമു ആശൂറാ, അത് ആശൂറാ ദിവസമാണ്, അത് മുഹറം 10. കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം മാത്രം ബനൂ ഇസ്രായേലികൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി, അത് ആശൂറാ ദിവസമാണെന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തിന്റെ മഹത്വം എത്രയായിരിക്കും, ആ ഒരു ദിവസത്തിന്റെ ഫളിൽ എത്രയായിരിക്കും. റമളാൻ മാസം, റമളാനിലെ നോമ്പ് അത് മുത്തുനബിയുടെ ഉമ്മത്തിന് മാത്രമല്ലേ, അതിനു മുമ്പുള്ള ഒരു സമുദായത്തിനും അള്ളാഹു കൊടുത്തിട്ടില്ലല്ലോ. എന്നാൽ എല്ലാ സമുദായത്തിനും ഇലാഹായ റബ്ബ് നോമ്പ് നിർബന്ധമാക്കിയ ഒരേ ഒരു ദിവസം, അത് യൗമു ആശൂറാ, നാളത്തെ ദിവസമാണ്. അല്ലാഹുവേ റബ്ബേ റഹ്മാനേ, ഞങ്ങൾക്കും നാളെ നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകണമേ അല്ലാ. വഹുവ യൗമു ആശിരി മിനൽ മുഹറം, അത് മുഹറം 10 ദിവസമാണ്. ഫസൂമൂഹു, അതുകൊണ്ട് ആ ദിവസം നിങ്ങളും നോമ്പെടുക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സാധിക്കുന്നവർക്കൊക്കെയും ഇൻഷാ അല്ലാഹ് നാളെ നോമ്പെടുക്കാം. അപ്പോൾ നാളെ ചെയ്യേണ്ട ഒരു കാര്യം നോമ്പ് തന്നെയാണ്. അസ്വാഇമു ലാ തുറദ്ദു ദഅവതുഹു, നോമ്പുകാരുടെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ്. ആ നോമ്പ് നോറ്റ് ആര് റബ്ബിനോട് ദുആ ചെയ്യുന്നുവോ, അദബുകൾ പാലിച്ച് ദുആ ചെയ്താൽ ഇജാബത്ത് ലഭിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് നാളെ നോമ്പുകാരായി ഒരുമിച്ച് കൂടാം. പിന്നെ നാളത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, വവസ്സിഉ അലാ ഇയാലിക്കും, നാളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വിശാലത ചെയ്യേണ്ടതാണ്. പരമാവധി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. നാളത്തെ നോമ്പ് തുറ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുംബസമേതം ഒരുമിച്ച് നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം നാളത്തെ ദിവസം. എന്തേ കാര്യമെന്നറിയോ? ഫഇന്നഹു മൻ വസ്സഅ ഫീഹി അലാ ഇയാലിഹി വഅഹ്ലിഹി വമാലിഹി വസ്സഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ. ഇന്ന് നാളത്തെ ദിവസം വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയാൽ, എന്ന് പറഞ്ഞാൽ സാധാരണ വെറുംചോറും കറിയൊക്കെ ഉണ്ടാക്കാറ്, നാളെ നല്ല ഒരു ബിരിയാണി ഉണ്ടാക്കി, അല്ലെ നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം കഴിവിൻ്റെ പരമാവധി ഉണ്ടാക്കിയാൽ കൊല്ലം മുഴുവനും ഒരു പ്രത്യേക ബറക്കത്തുണ്ടാവാൻ അത് കാരണമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ഒരു സ്പെഷ്യല് നാളത്തേക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ദിവസത്തെക്കുറിച്ച്
ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആ ദിവസത്തിന്റെ പ്രത്യേകത ഫഇന്നഹുൽ യൗമുല്ലദീ തഅബല്ലാഹു ഫീഹി അലാ ആദമ വഅസ്ഫഹ സഫിയ്യ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന് ഇലാഹായ റബ്ബ് അറിയിച്ച ആ പഴം ആദം നബി കഴിച്ചു പോയില്ലേ, അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നില്ല. ആ ഒരു കാരണത്താൽ കൊല്ലങ്ങളോളം ആദം നബി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തൗബ ചോദിച്ചിട്ടുണ്ട്. കഅബാലയത്തിന്റെ വാതിലിന്റെയും ആ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽതസമുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ആദം നബി തന്റെ മുഖവും നെഞ്ചും ചേർത്ത് വെച്ച് കരഞ്ഞ റബ്ബിനോട് ദുആ ചെയ്തത് കൊണ്ടാണ് ആ ഭാഗത്തിന് മുൽതസം എന്ന് പേര് കിട്ടിയത്. ദിൽതിസാമി ആദം. ഹജറുൽ അസ്വദിന്റെയും കഅബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ പേര് മുൽതസം എന്നാണ്. എന്തേ അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം? മുൽതസം എന്നാൽ ചേർന്ന് നിൽക്കേണ്ട സ്ഥലം, ഒട്ടി നിൽക്കേണ്ട സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ പേര് കിട്ടാനുള്ള കാരണം ദിൽതിസാമി ആദം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലങ്ങളോളം ആ ഭാഗത്ത് ഇങ്ങനെ നെഞ്ചും മുഖവും ചേർത്ത് വെച്ച് കരഞ്ഞ് ദുആ ചെയ്തു. എന്താ ദുആ? ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന് നീ അറിയിച്ചിരുന്നു അല്ലാഹ്. പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങി, ശരീരത്തിന്റെ ഇച്ഛക്ക് വഴങ്ങി കഴിച്ചുപോയി. മാപ്പ് നൽകണമേ അല്ലാഹ്. ഇലാഹായ റബ്ബിനോട് ആദം നബി തൗബ ചെയ്തപ്പോ ആ തൗബയെ അല്ലാഹു സ്വീകരിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമേതാ? അത് മുഹറം 10. മാത്രമല്ല, ഇത് പറഞ്ഞിട്ട് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട് സഹോദരാ, ഫീഹി തഅബല്ലാഹു അലാ ഖൗമിൻ വയതൂബു അലാ ഖൗമിൻ ആഖരീൻ. ഒരു ആദം നബിക്ക് മാത്രമല്ല, ചരിത്രത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുത്ത ദിവസമാണത്. ഇനി വയതൂബു അലാ ഖൗമിൻ ആഖരീൻ. പലർക്കും ഇനി അല്ലാഹു തആല ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസവുമാണത്. തൗബ അല്ലാഹു സ്വീകരിക്കുന്ന ദിവസവുമാണത്. എന്തിനാണ് അല്ലാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. ഒരുപാട് ജനങ്ങൾക്ക് അല്ലാഹു തആല തൗബ കൊടുത്ത ദിവസമാണ്. ഇനി വയതൂബു അലാ ഖൗമിൻ ആഖരീൻ. ഒരുപാട് ജനതക്ക് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ തൗബ കൊടുക്കുന്ന ദിവസവുമാണ് മുഹറം 10 എന്ന് എന്തിനാണ് നമ്മളോട് പറഞ്ഞത്? ആ ദിവസം വരുമ്പോൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം അതിനുവേണ്ടി. അപ്പം ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസത്തിൽ ആത്മാർത്ഥമായും നമുക്ക് തൗബ ചെയ്യണം. ഇലാഹായ റബ്ബിനോട് ആവർത്തിച്ച് ഇസ്തിഗ്ഫാർ ചോദിച്ച് തൗബ ചെയ്യണം. ആ നാളത്തെ മജ്ലിസിൽ തൗബ കിട്ടാനായി പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവിനെ ഉപയോഗപ്പെടുത്തി ഒരു 111 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, 10,000 അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ആത്മീയ മജ്ലിസിൽ പ്രതീക്ഷയോടെ പങ്കാളികളല്ലേ നമ്മൾ ഓരോരുത്തരും. നാളത്തെ മജ്ലിസിൽ നമുക്ക് തൗബ ചെയ്യണം. ആ തൗബ കിട്ടണമെന്ന നിയ്യത്തോടെ ഇന്നത്തെ മുഹറത്തിന്റെ ആശൂറയിന്റെ മുഹറം 10 രാവിനെ ഉപയോഗപ്പെടുത്തി 111 തവണ 111 തവണ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് ആ ഇസ്തിഗ്ഫാർ ചൊല്ലി വരണം. ഏറ്റില്ലേ?
പിന്നെയോ ഈ ദിവസത്തിന്റെ പ്രത്യേകത വറഫഅ ഫീഹി ഇദ്രീസ മകാനൻ അലിയാ. ഇദ്രീസ് നബിക്ക് അല്ലാഹു മക്കാനിയായ ഉയർച്ച നൽകിയത്, ദറജ ഉയർത്തിയതും മക്കാനിയായ ഉയർച്ച നൽകിയതും മുഹറം 10-ലാണ്. പ്രധാനപ്പെട്ട അഭിപ്രായമനുസരിച്ച് ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഇദ്രീസ് നബിയെ അല്ലാഹു 4-ാം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. 4-ാം ആകാശത്തിൽ വെച്ചാണ് ഇദ്രീസ് നബി വഫാത്തായത്. അവിടെയാണ് ഇദ്രീസ് നബിയുടെ ഖബറുള്ളതും. ഇമാം റാസി തങ്ങളൊക്കെ അത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കാനിയായ ഉയർച്ച, മക്കാനൻ അലിയ എന്നല്ലേ പറഞ്ഞത്, അത് കേവലം ദറജ പദവി ഉയർത്തൽ മാത്രമല്ല, എന്നാൽ പദവിയും ഉയർത്തി, അതോടൊപ്പം സ്ഥാനവും ഉയർത്തി. ആ ദിവസം അങ്ങനെ ഉയർത്താൻ അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം 10-ആണ്. ഇതെന്തിന് നമ്മളോട് പറഞ്ഞു? നമ്മുടെ ദറജ ഉയർത്താനായി മുഅ്മിനെ റബ്ബിനോട് തേടേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം 10. ദറജ ഉയരലെങ്ങനെയാ? നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിക്കുമ്പോ, ഹൃദയം ശുദ്ധിയാകുമ്പോ, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുമ്പോഴല്ലേ ദറജ ഉയരുക. അതിനേറ്റവും അനുയോജ്യമായ, അതിനായി റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട ദിവസമാണ് മുഹറം 10. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നമ്മുടെ റബ്ബിനോട് തേടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഅഖ്റജ നൂഹം മിനസ് സഫീന. 150 ദിവസത്തോളം ഭൂമി മുഴുവനും ഒരു ഖുറത്തുൽ മാ, ഒരു വെള്ളത്തിന്റെ ഗോളമായി മാറുകയും ഒന്നുമല്ലാത്ത ഒരു കപ്പലിൽ മഹാനായ നൂഹ് നബിയും 80ഓളം അനുയായികളും കഴിഞ്ഞുകൂടി. ആ കപ്പലിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാതൊരു വിഷമവുമില്ലാതെ നൂഹ് നബിയെ ഈ ഭൂമിയിലേക്ക് 2ാമത് ഇറക്കിയത്, അതിനായി തെരഞ്ഞെടുത്തത് മുഹറം 10-ആണ്. പിന്നെയോ വനജാ ഇബ്രാഹീമ മിനന്നാർ. അഗ്നികുണ്ഡത്തിലിട്ട ഇബ്രാഹിം നബിക്ക് യാതൊരു പോറലുമേൽക്കാതെ, ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ അല്ലാഹു രക്ഷ നൽകിയ ദിവസം മുഹറം 10-ആണ്. വഅൻസലല്ലാഹു ഫീഹി തൗറാത അലാ മൂസാ. മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് ഇറക്കിയത് മുഹറം 10-ലാണ്. വഅഖ്റജ ഫീഹി യൂസുഫ മിനസ് സിജ്നി. യൂസുഫ് നബിയെ ജയിലിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-ലാണ്. വറദ്ദ ഫീഹി അലാ യഅഖൂബ ബസറഹു. കണ്ണ് കാണാതെ ഏറെ വിഷമിച്ച യഅഖൂബ് നബിയുടെ കാഴ്ചശക്തി അല്ലാഹു തിരിച്ചു കൊടുത്തത് മുഹറം 10-ലാണ്. വഫീഹി കശഫൽ ളുർറ അൻ അയ്യൂബ. അയ്യൂബ് നബി ശരീരത്തിലാകെ ചൊറി ബാധിച്ച് 18 കൊല്ലം പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ് മാംസങ്ങൾ ശരീരത്തിൽ നിന്ന് അടർന്നു പോയി, ചില നരമ്പുകളൊക്കെ അറ്റുപോയി. പരീക്ഷണത്തിന്റെ ചൂളയിൽ കഴിഞ്ഞ മഹാനായ അയ്യൂബ് നബിയുടെ ആ രോഗം അല്ലാഹു ശിഫയാക്കിയത് മുഹറം 10-ലാണ്. വഫീഹി അഖ്റജ യൂനുസ മിൻ ബത്നിൽ ഹൂത്ത്. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അല്ലാഹു മോചിപ്പിച്ചത്, അതിനായി അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസം മുഹറം 10. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങിയ ദിവസം. വഫീഹി ഫലഖൽ ബഹ്റാലി ബനി ഇസ്രായീൽ. മൂസാ നബിക്കും ബനു ഇസ്രായീലിനും അവരെ രക്ഷപ്പെടുത്താനായി ആ സമുദ്രത്തെ അല്ലാഹു തുറന്നു കൊടുത്ത ദിവസമാണ് മുഹറം 10. വഫീഹി ഗുഫിറ ലഹു ദംബുഹു. മഹാനായ മൂസാ നബിക്കും ജനതക്കും എല്ലാ ദോഷങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുത്ത മാസമാണ് മുഹറം 10. വഫീഹി അഅ്തല്ലാഹൽ മലക സുലൈമാൻ. അഅ്തല്ലാഹുൽ മുൽക സുലൈമാൻ. സുലൈമാൻ നബിക്ക് അല്ലാഹു അധികാരം നൽകിയ ദിവസം അത് മുഹറം 10-ആണ്. വഫീ ഹാദൽ യൗമി ഗുഫിറ ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. മുത്തുനബി കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ട ആളാണ്, വരാൻ പോകുന്ന ദോഷങ്ങളും പൊറുക്കപ്പെട്ട ആളാണ്. അങ്ങനെ ഒരു തീരുമാനം അല്ലാഹു എടുത്ത ദിവസം മുഹറം 10-ആണ്. വഅവ്വലു യൗമിൻ നസല ഫീഹിൽ മത്വർ മിനസ് സമാഇ യൗമ ആശൂറാ. ആദ്യമായി അനുഗ്രഹത്തിന്റെ കേദാരമായ മഴ ഭൂമിയിലേക്ക് വർഷിച്ച ദിവസം മുഹറം 10-ആണ്. ഇത് റഹ്മത്ത് കിട്ടുന്ന ദിവസമാണ്. വഅവ്വലു റഹ്മത്തിൻ നസലത് ഇലൽ അർളി യൗമ ആശൂറാ. ആദ്യമായി അല്ലാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് വർഷിച്ച ദിവസം മുഹറം 10-ആണ്.
ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി പ്രിയപ്പെട്ടവരെ ഇലാഹായ റബ്ബിനോട് പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.